സോ ടെക്നിക്കൽ ഓഫീസർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും ലൈക്ക് എല്ലാ യോഗ്യതയുള്ളവർക്കും, അതായത് ഡിഗ്രി യോഗ്യതയുള്ളവർ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും NTSSC RRBയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. നമ്മുടെ ഇന്റലിജൻസ് ബ്യൂറോയുടെ അസിസ്റ്റന്റ് സെൻട്രൽ ഇന്റലിജൻസ് ഓഫീസർ ടെക്നിക്കൽ നോട്ടിഫിക്കേഷൻ ഔട്ട് ആയിരിക്കുകയാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ACIO ടെക്നിക്കൽ ഓഫീസറുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ്. അതിൽ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കിയിരിക്കേണ്ട ഹൈലൈറ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വിതൗട്ട് എനി ഡിലേ ലെറ്റ്സ് സ്റ്റാർട്ട് ദി സെഷൻ. ഓക്കെ, സോ IB എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ, ഇന്റലിജൻസ് ബ്യൂറോ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. സോ ഈ ഡിപ്പാർട്ട്മെന്റിൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റും ആണ് ടെക്നിക്കൽ ഓഫീസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു ഗ്രേഡ് 2 വരുന്ന പോസ്റ്റ് ആണ്. ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ടായിരുന്നു IBയുടെ ACIOയുടെ നോട്ടിഫിക്കേഷൻസ് നമ്മളൊരു നവംബർ മന്തൊക്കെ ആയപ്പോൾ നമ്മുടെ വീഡിയോസിൽ പറയുന്നുണ്ടായിരുന്നു ടുവേർഡ്സ് ജാനുവരി 2024 നോട്ടിഫിക്കേഷൻ വരും എന്നുള്ള കാര്യം. യെസ്, നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അത് ഈ ഒരു നോട്ടിഫിക്കേഷൻ ടെക്നിക്കൽ ഓഫീസർ ആണ്. ഓക്കെ, സോ ടെക്നിക്കൽ ഓഫീസർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും ലൈക്ക് എല്ലാ യോഗ്യതയുള്ളവർക്കും, അതായത് ഡിഗ്രി യോഗ്യതയുള്ളവർക്ക്, ഡിഗ്രി ഏത് സ്ട്രീമിലെ യോഗ്യതയുള്ളവർക്കും അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് അല്ല ടെക്നിക്കൽ ഓഫീസർ എന്ന് പറയുന്നത്. ഇതിൽ ചില സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. സോ നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ IB ഇന്റലിജൻസ് ബ്യൂറോ ആണ് ഡിപ്പാർട്ട്മെന്റ് വരുന്നത്. ഈ പോസ്റ്റിന്റെ പേരെന്ന് പറയുന്നത് ACIO ഓഫീസർ ഗ്രേഡ് 2 ടെക്നിക്കൽ ഓഫീസർ ആണ്. ഓക്കെ, സ്ട്രീം ഇവർ പറയുന്നത്, അതായത് ഏതൊക്കെ സ്ട്രീമിൽ നിന്നുള്ളവർക്കാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. അത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതായത് IT, കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആണ് ഇവരുടെ സ്ട്രീം പറയുന്നത്. ഓക്കെ, വേക്കൻസീസ് നമുക്ക് എത്ര ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏകദേശം 226 വേക്കൻസിയിലേക്കാണ് റിക്രൂട്ട്മെന്റ് വന്നിരിക്കുന്നത്. ഓക്കെ, സോറി, 226 അല്ല, നമുക്ക് 147 ആണ് വേക്കൻസീസ് വന്നിരിക്കുന്നത്. 147 ഒഴിവുകളാണ് ഉള്ളത്. ഓക്കെ, അതായത് ഇന്റലിജൻസ് ബ്യൂറോ ടെക്നിക്കൽ ഓഫീസറിന് ഏകദേശം 147 ഒഴിവുകളാണ് ഉള്ളത്. ഇതിന്റെ സാലറി സ്കെയിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് സാലറി 44,900 തുടങ്ങി ഏകദേശം 1,42,400 രൂപ വരെ സാലറി ലഭിക്കുന്ന ഒരു നല്ലൊരു സെൻട്രൽ ഗവൺമെന്റ് ജോബ് എന്ന് തന്നെ പറയാൻ സാധിക്കും. ഓക്കെ, അതാണ് IB ടെക്നിക്കൽ ഓഫീസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ആപ്ലിക്കേഷൻ ഫോം സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏകദേശം അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ജാനുവരി 12, 2024 വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. സോ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്ന് തന്നെ ഇപ്പൊ ഏകദേശം Jan 4 ആയിട്ടുണ്ട്. സോ ഇനി അങ്ങോട്ട് വളരെ കുറച്ച് ഡേയ്സ് ആണുള്ളത്. സോ എല്ലാവരും അപേക്ഷ സമർപ്പിക്കാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ നോക്കുക. കാരണം കുറച്ചങ്ങോട്ട് പോകും തോറും ഇനിയിപ്പോൾ വെബ്സൈറ്റ് ഹാങ് ആവാനോ അതുപോലെ ഫീ പേയ്മെന്റ് നിങ്ങൾ ഓൺലൈൻ വഴി ചെയ്യുമ്പോഴത്തേക്കും ബാങ്കിന്റെ സെർവർ ഡൗൺ ആകാനുള്ള ചാൻസസ് ഒക്കെ വളരെ കൂടുതലാണ്. സോ നെവർ മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി. ഇപ്പോൾ തന്നെ എല്ലാവരും അപേക്ഷ സമർപ്പിക്കുക. ഇതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് MHA.government.in. ഗൂഗിളിലെ MHA.government.in എന്ന വെബ്സൈറ്റ് നിങ്ങൾ സെർച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്ട്ലി IBയുടെ ഈ ആപ്ലിക്കേഷൻ വെബ്സൈറ്റിലേക്കായിരിക്കും കയറുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇതിന്റെ ടെക്നിക്കലിന്റെ വേക്കൻസീസ് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 147 വേക്കൻസീസ് ആണ് വരുന്നത്. ഓക്കെ, 147 വേക്കൻസീസ് ആണ് നമുക്കുള്ളത്. ഇനി ഇതിന്റെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഇതില് 47 വേക്കൻസീസിൽ തന്നെ ബൈഫർക്കേഷൻ ഉണ്ട്. അതിൽ 79 വേക്കൻസീസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് വരുന്നത്. അതുപോലെ തന്നെ റിമൈനിങ് വേക്കൻസീസ് വരുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഏകദേശം ഒരു കാര്യം മനസ്സിലായി, മെജോറിറ്റി വേക്കൻസീസും ഉള്ളത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ നിന്നിട്ടാണ്. ബാക്കിയുള്ള വേക്കൻസീസ് ആണ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ടെക്നോളജിയിലേക്ക് വരുന്നത്. എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്ക് അപേക്ഷ സമർപ്പിക്കാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഇതിന്റെ യോഗ്യത എന്താണ് എന്നുള്ളത്. വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. അതായത് BE അല്ലെങ്കിൽ BTech, BE ഓർ BTech, അതിൽ തന്നെ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ വരുന്നുണ്ട്, ഇൻഫർമേഷൻ ടെക്നോളജി വരുന്നുണ്ട്, കമ്പ്യൂട്ടർ സയൻസ് വരുന്നുണ്ട്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, അല്ലെങ്കിൽ MSc എന്ന് പറയുന്നുണ്ട്. MSc എന്തിലൊക്കെയാണെന്ന് ചോദിച്ചാൽ സയൻസ് വിത്ത് ഇലക്ട്രോണിക്സ്, അല്ലെങ്കിൽ ഫിസിക്സ് വിത്ത് ഇലക്ട്രോണിക്സ്, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്. ഓക്കെ, അതും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ബിരുദം. ഇതാണ്
വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറയുന്നത്. അപേക്ഷകർ ബന്ധപ്പെട്ട വിഷയത്തിൽ 2021, 22, 23 വർഷങ്ങളിൽ ഗേറ്റ് യോഗ്യത നേടിയവരായിരിക്കണം. ഓക്കെ, ഇതാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടെ റീഡ് ചെയ്യാം. അതായത് വിദ്യാഭ്യാസ യോഗ്യത IBACIO ടെക്നിക്കൽ ഓഫീസർ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലേക്ക് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ഒന്നെങ്കിൽ BE അല്ലെങ്കിൽ BTech. ഏതൊക്കെ സ്ട്രീമുകളാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിക്സ് ഒരു സ്ട്രീമായിട്ട് പറയുന്നുണ്ട്, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഒരു സ്ട്രീമായിട്ട് പറയുന്നുണ്ട്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഒരു സ്ട്രീമായിട്ട് പറയുന്നുണ്ട്, ദെൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഒരു സ്ട്രീമായിട്ട് പറയുന്നുണ്ട്, ഇൻഫർമേഷൻ ടെക്നോളജി ഒരു സ്ട്രീമായിട്ട് പറയുന്നുണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ഒരു സ്ട്രീമാണ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഒരു സ്ട്രീമാണ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഒരു സ്ട്രീമാണ്. ഇതും ഈ BE അല്ലെങ്കിൽ BTech ഈ പറഞ്ഞ സ്ട്രീമുകൾ അല്ലെങ്കിൽ MSc പറയുന്നുണ്ട്. MScയിൽ സയൻസ് വിത്ത് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഫിസിക്സ് വിത്ത് ഇലക്ട്രോണിക്സ്, അതും അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, ഈ സബ്ജക്റ്റുകളിൽ MSc. ഇനി MScയും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ മാസ്റ്റർ ബിരുദം ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപേക്ഷകർ ബന്ധപ്പെട്ട വിഷയത്തിൽ, അതായത് ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കുകളിൽ 2021, 22, 23 വർഷങ്ങളിൽ ഗേറ്റ് യോഗ്യത നേടിയവരായിരിക്കണം. സോ ഇത്രയാണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പ്രായപരിധി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 18 വയസ്സിനും 27 വയസ്സിനും ഇടയിലായിരിക്കണം പ്രായപരിധി വരുന്നുണ്ടാവുക. ഓക്കെ, ഡേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 12/1/2024 അനുസരിച്ചിട്ടാണ് ഈ 18 മുതൽ 27 വയസ്സെന്നുള്ള പ്രായപരിധി പറയുന്നത്. സോ ദാറ്റ് ഈസ് ദ ഏജ് ലിമിറ്റ്. ഓക്കെ, ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 200 ആണ്. ജനറൽ കാറ്റഗറി കാൻഡിഡേറ്റ്സിനും OBC ആൻഡ് EWS കാൻഡിഡേറ്റ്സിനും 200 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. അതേസമയം SC ST PWD കാൻഡിഡേറ്റ്സിന് 100 രൂപ മാത്രം അപേക്ഷാ ഫീസ് വരുന്നുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഫീ പേയ്മെന്റ് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ UPI ഓൺലൈൻ മോഡുകൾ യൂസ് ചെയ്തിട്ട് ഫീ പേയ്മെന്റ് നടത്താവുന്നതാണ്. സോ ഡോണ്ട് മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി. ഇത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. IBയിൽ 147 ടെക്നിക്കൽ ACIO അല്ലെങ്കിൽ ഗ്രേഡ് 2 ടെക്നിക്കൽ ഓഫീസറുടെ ഒഴിവുകൾ വന്നിരിക്കുന്നത്. സോ എല്ലാവരും വേഗം തന്നെ അപേക്ഷ സമർപ്പിക്കാൻ നോക്കുക. ഇറ്റ്സ് മീ അമിഷ സൈനിങ് ഓഫ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു.